അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസഫ് ഡാനിയൽ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസഫ് ഡാനിയൽ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോസഫ് ഡാനിയൽ എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് അനിയൻ കുഞ്ഞെന്നാണ്. വീട്ടിലെ ഇളയതായതുകൊണ്ട് അനിയൻ കുഞ്ഞെന്ന് എല്ലാവരും വിളിക്കും. എൻ്റെ ഭാര്യയുടെ പേര് റീന ജോസഫ്. കുളനട തുള്ളക്കുളത്തിൽ ഭവനത്തിലെ ടി ഡി സാമുവേലിന്റെയും സെലിൻ സാമുവേലിന്റെയും മകളാണ്. പിന്നെ എനിക്ക് 2 ആൺമക്കളാണ്. രണ്ടുപേരും UK ആണ്. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. തടിയൂര് ജോർജ് കുട്ടിയുടെയും മകളാണ്. മകൾ പ്രിയ ഫിലിപ്പോസ് ആണ്. അവർക്ക് ഒരു മകനുണ്ട്, അലക്സാണ്ടർ ജോസഫ് ബെൻസിറ്റ് എന്നാണ് പേര്. അവരും കുടുംബമായി UK ഇളയ മകനും UK ഇളയ മകന്റെ വിവാഹം നടക്കാനുണ്ട്. അങ്ങനെ അത്രയുമാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയുകയാണ്. അരോമ ടി വിയെ കുറിച്ച് ഇതിനു മുൻപ് എനിക്ക് നല്ല പരിചയമില്ല. പലപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില സാക്ഷ്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നല്ല മാതൃകയാകുന്ന സാക്ഷ്യങ്ങളാണ്. ആ സാക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇവിടെയായി. അപ്പോൾ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്, അനുഗ്രഹപ്രദമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാനിന്ന് അരോമ ടി വിയുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലത്ത് ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് വലിയ സംരംഭമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു, എസ്റ്റേറ്റിലായിരുന്നു ജോലി. അപ്പോൾ കാഞ്ഞിരപ്പള്ളി പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അമ്മച്ചി കാപ്പിയിടാൻ പോയപ്പോൾ എൻ്റെ സഹോദരി, 4ാമത്തെ സഹോദരിയെ ഏൽപ്പിച്ചിട്ട് അമ്മച്ചി കാപ്പി എടുക്കാനായി പോയി. അന്ന് കറണ്ട് ഇല്ല, അപ്പൊ വിളക്കാണ്. അപ്പം വിളക്ക് കത്തിച്ച് അടുത്ത് വെച്ചിട്ടുണ്ട്. സഹോദരിയുടെ കൈ കൊണ്ട് വിളക്ക് മറിഞ്ഞ് തലയിണക്ക് തീ പിടിച്ച് ഞാൻ മരിച്ചവനെ പോലെയായി. അപ്പോൾ ഉലകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ വിളിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. കാരണം ചെറുപ്പം മുതലേ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു തീവ്രമായ ഒരു വിശ്വാസമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോകാതെ ഒരു കാരണവശാലും ആരും വീട്ടിലിരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരാളാണ്. എൻ്റെ അപ്പച്ചൻ മലഞ്ചെരുവിൽ കുടുംബത്തിൽ പെട്ടയാളാണ്. മലഞ്ചെരുവിൽ മാത്തൻ വർഗീസിന്റെ മകനാണ്. ആ അപ്പച്ചന് ആ കുടുംബവുമായിട്ട് അതുപോലെ തന്നെ പള്ളിയുടെ കാര്യങ്ങൾക്കും എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടെ ഇടപെടുന്ന ഒരാളാണ്. അമ്മച്ചി എന്ന് പറയുന്നത് ചെങ്ങന്നൂർ കരിങ്ങാട്ടിൽ കുടുംബാംഗമാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള അടുപ്പം അന്ന് നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അജ്ഞാനകാലം എന്ന് നമുക്കതിനെ വിവരിക്കാം. പക്ഷെ കാരണം ദൈവം നമ്മളെ വിളിച്ച് ചേർത്തതിന് ശേഷമുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം അന്ന് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മുറ്റത്ത് ചിക്കുവായി ഇട്ടിട്ട് അതേല് ഒരു ചെറിയ ഒരു തഴപ്പാവുണ്ട്, ആ പാ ഇട്ടിട്ട് എന്നെ അതിൽ കിടത്തി. എൻ്റെ മകൻ മരിച്ചുപോയി. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ 8ാമനാണ്. മൂത്തത് 6 പേരും പെങ്ങന്മാരാണ്. അപ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു എൻ്റെ അപ്പനും അമ്മയ്ക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൺമക്കളില്ലാതെ വളരെയേറെ ഭാരപ്പെട്ടു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് അപ്പനും അമ്മയ്ക്കും എൻ്റെ ജ്യേഷ്ഠനെ കൊടുത്തത്. അപ്പോൾ അവർ വീണ്ടും പ്രാർത്ഥിച്ചു,
അവന് കൂട്ടായിട്ട് ഒരാളിനെ കൊടുക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ അവർക്ക് ദാനമായിട്ട് കൊടുത്തു. പക്ഷെ ദൈവം എന്നെ അന്നേ കണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ പള്ളിയിലെ പല കാര്യങ്ങൾക്കും ഞാൻ വളരെയേറെ പ്രാഗൽഭ്യത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന അച്ഛനെ എന്നെ ഓൾട്ടർ ബോയ്സിനെ പഠിപ്പിക്കുന്ന ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ 15 വയസ്സ് 16 വയസ്സിന്റെ സമയത്താണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഓൾട്ടർ ബോയ്സിനെ പഠിപ്പിച്ചിറക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഓൾട്ടർ ബോയ്സിനെ പോലെയല്ല ദുഃഖവെള്ളിയാഴ്ച സ്ലീവാപാത നടത്തുന്നതും അതുപോലെ പള്ളിയിലെ ചൊല്ലുകൾ കാര്യങ്ങളും ഒക്കെയും ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. അന്ന് എനിക്ക് അതേ അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിൽ തീവ്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജനിച്ചു വളർത്തപ്പെട്ട ഈ മണ്ണിൽ തന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രാഗൽഭ്യത്തോടെ പെരുമാറുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, കാരണം അതിൽ അതിതീവ്രമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പൊ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ 1 മുതൽ 4 വരെ അപ്പച്ചന്റെ ജ്യേഷ്ഠൻ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയ അപ്പച്ചന്റെ ജ്യേഷ്ഠൻ തന്നെ ഉണ്ടാക്കിയ പള്ളിക്കൂടത്തിലാണ് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ മെഴുവേലി പത്മനാഭോദയം ഹൈസ്കൂളിൽ പഠിക്കുവാനിടയായി. അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകുന്നത് അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകൻ ആർച്ച് ബിഷപ്പാണ് സിറിൽ മാർ ബെസേലിയോസ് എന്ന് പറയും. അദ്ദേഹം എന്നെ വൈദികനാകാൻ വേണ്ടി കറ്റാനത്ത് ആശ്രമത്തിൽ ചേർത്ത് പഠിപ്പിക്കുവാനിടയായി. അപ്പോൾ അവിടെ വെച്ച് ചില അരുതാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോട് അനുകൂലിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ നിന്ന് ഞാൻ പോന്നു. അത് കഴിഞ്ഞാണ് പള്ളിയിലെ ഈ വക കാര്യങ്ങളിലൊക്കെയും ഞാൻ വ്യാപൃതനായി ഇവിടെ നിന്നത്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസും ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് ഒരു ഷോപ്പും ഒക്കെ നടത്തി ഒക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചന്റെ ജ്യേഷ്ഠന് 10 മക്കളാണ്. 10 മക്കളിൽ 4 സഹോദരിമാരുണ്ട്. ആ 4 സഹോദരിമാര് കന്യാസ്ത്രീകളാണ്. മൂത്ത 4 പേരും അച്ഛന്മാരാണ്. അതിലൊരാളാണ് തിരുമേനി ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബെസേലിയോസ്. ഏറ്റവും ഇളയ അനിയൻ എന്ന് പറയുന്നത് ജോൺ മത്തായി സാർ എന്ന് പറയും. കളക്ടർ ആയിരുന്നു, ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർഡ് ആയി. ഇപ്പോൾ ജിയോയുടെ ഓർഗനൈസറായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. കേരളത്തിന്റെ മൊത്തം ഓർഗനൈസറാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ജോലി മേടിച്ചു തന്നു. ആ ജോലി പ്രകാരം അത് കൺഫേം ആയില്ല. കൺഫേം ആകാത്തതിന് ഒരു കാരണമുണ്ട്. എനിക്ക് യൂറിൻ സ്റ്റോൺ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ചികിത്സാർത്ഥം എനിക്കൊരു 3 മാസത്തെ ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കൺഫർമേഷൻ ആകാത്തത് കൊണ്ട് അവർക്കും അതൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നത് ബാമർ ലോറി ആൻഡ് കമ്പനിയുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലായിരുന്നു ജോലി എനിക്ക് കിട്ടിയത്. അപ്പൊ അവര് കൂനൂരിലേക്ക് ഇത് മാറ്റുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൂനൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ വന്ന് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും പഠിച്ചതായത് കൊണ്ട് സ്വന്തമായിട്ട് കടയിട്ടു. അപ്പൊ ഇടുന്നതിന് മുൻപ് എൻ്റെ വിവാഹം നടന്നു 86-ൽ. 86-ൽ എൻ്റെ വിവാഹം നടന്നു. 86-ൽ വിവാഹം നടന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 മക്കളായി. ആ 2 മക്കളും ഞങ്ങള് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വരവേ 93-ല് എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 2003-ല് അമ്മച്ചിയും മരിച്ചു. അപ്പോൾ 92-ല് എനിക്ക് വീണ്ടും ഞാൻ കട നടത്തിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും ജോൺ മത്തായി സാർ എനിക്ക് ജോലി മേടിച്ചു തരുന്നു. MRF-ലാണ്. അപ്പൊ MRF ജോലിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം സാധനങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അത് തീരുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോവും, ബാറിൽ പോവും.
അപ്പൊ അങ്ങനെ കഴിച്ച് ശീലിച്ചത് അത് ആ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കോട്ടയത്ത് MRF ചെന്നതിന് ശേഷം എല്ലാ മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ മദ്യപാനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ചു പേരുണ്ട്, അവരെന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു പിശാചിന്റെ പ്രവൃത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സമയങ്ങൾ കൂടുതൽ എടുത്തുപോയി. പിശാചിന്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ പിന്നെയും സമയങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ MRF ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ മദ്യപാനം വളരെ കലശലായി. എനിക്ക് എപ്പോഴും വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ കഴിക്കുന്ന സമയം നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ദൈവം എന്നെ തൊട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ആ സമയങ്ങളിൽ വളരെയേറെ പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ ദിവസവും ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ജോലിക്ക് പോകും, പിള്ളേർ സ്കൂളിൽ പോകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥന ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ സത്യദൈവം വസിക്കുന്ന ഒരു സഭയിൽ ഒരു വഷളൻ കാണത്തില്ല എന്നുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, സത്യസഭ ഏതാണ്? ആ സത്യസഭയിൽ എന്നെ ഇറക്കണം. എന്നെ ഇറക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരിടത്ത്, എൻ്റെ മക്കൾ മറ്റൊരിടത്ത് ആയിരിക്കാനിടയാകരുത്. അതുകൊണ്ട് എന്നെ ഇറക്കുന്ന സഭയിൽ, അത് ഏത് സഭയായാലും ഞാൻ ഇറങ്ങാം. ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇറങ്ങണം എന്നുള്ള പ്രാർത്ഥന നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സമയങ്ങളെല്ലാം ഇതുപോലെ വളരെയേറെ ഭാരത്തോടും പ്രയാസത്തോടുമാണ് വീട് കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെയും നടന്നു വന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് 2008 നവംബർ 24 ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ തൊടുകയാണ്. അപ്പോൾ ഈ നവംബർ 24 ഞങ്ങളുടെ MRF യൂണിയന്റെ പ്രവർത്തനം, ഞാൻ പ്ലാന്റ് 1 എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം മേളിലോട്ടുള്ള യൂണിയൻകാർ വരുമ്പോൾ, രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ അവരെ പ്ലാന്റ് കൊണ്ട് കാണിക്കണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ, കാരണം എഗ്രിമെന്റ് സമയമാണ്. എഗ്രിമെന്റ് സമയമാകുമ്പോൾ അത് പരിഹരിക്കുവാൻ മാനേജ്മെന്റിനോട് അവർക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം. കാരണം ഫാൻ ഇല്ലാത്തടത്ത് ഫാന്, കുടിവെള്ളം ഇല്ലാത്തടത്ത് കുടിവെള്ളം, ഇതൊക്കെയും അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ യൂണിയനിലേക്ക് ചേരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 5 പേര് മാത്രമായി. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മദ്യപിക്കണമെന്ന് തോന്നി ഒരാൾക്ക്. വേറൊരാൾ പോയി സാധനം മേടിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്ന് ആ മൈതാനത്ത് പോയിരുന്ന് മദ്യപിച്ചു. അപ്പം വലിയ ഇതായിട്ടല്ല, ചെറിയ തോതില്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു, ഞാനിത് നിർത്തിയതാണല്ലോ, പിന്നെ എങ്ങനെ ഇത് തുടങ്ങി? അപ്പോൾ 2006 പകുതി കഴിഞ്ഞപ്പോൾ 2007 ഡിസംബർ 31 വരെ ഞാനിത് നിർത്തിയതായിരുന്നു. ഒരു തുള്ളി പോലും കുടിക്കാതെ നിർത്തിയതായിരുന്നു. 2007 ഡിസംബർ 31 ഞാൻ വീണ്ടും തുടങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടു. അപ്പോൾ അതിനുശേഷം 2008 നവംബർ 24 വരെ, 24 ലാസ്റ്റില് മദ്യപിക്കുന്നത്. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടു. ഞാന് അവിടെ നിന്ന് ഇറങ്ങി, എന്നെ ഒരാൾ താഴെ വരെ കൊണ്ടുവന്ന് വിട്ടു. അപ്പം വീട് വരെ വരാൻ പുള്ളിക്ക് പറ്റത്തില്ല, എന്തോ ഒരു അത്യാവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ നടന്നങ്ങ് പോകണമെന്ന്. അപ്പൊ അതിൽ ചിറ കയറി വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അപ്പൊ ചിറയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്, ദൈവം അത് ഉറക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഭയവുമുണ്ട് ഉള്ളിൽ. കാരണം എന്താണ് ഈ സംഭവിക്കുന്നത്? എന്താണ്, എവിടെയാണ് ശബ്ദം? അപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു ശബ്ദമാണ്. നിനക്കിത് നിർത്താൻ സാധിക്കും.
എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിശുദ്ധാത്മാവ് തൊട്ടു. അപ്പോൾ ഞാൻ ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു പ്രവണതയായി പോയി. കാരണം അത്രയ്ക്ക് ഭയങ്കര സൗണ്ടിലാണ്. അപ്പോൾ ഇതേ സ്വരത്തിലാണ് ഞാൻ എന്നോട് സംസാരിക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു പോകുന്നത്. അപ്പോൾ ചിറ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ, അപ്പുറത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടുകളുണ്ട്. ആ ചിറ കഴിഞ്ഞപ്പോൾ ഈ സംസാരം നിൽക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഉള്ളിൽ ഒരു ഭയമുണ്ട്, എന്താണ്, ആരാണ് എന്നോടൊപ്പം സംസാരിച്ചത്, എന്നോട് കൂടെ സംസാരിച്ചു വന്നതെന്ന് എനിക്ക് അറിവില്ലാതെ പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ മദ്യപാനം നിർത്താൻ പോവാം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇത് ഒരുപാട് തവണ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതങ്ങനെയല്ല, ഇത് ഞാൻ നിർത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, അതും ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, പിന്നെയും ഇതുപോലെ മദ്യപിച്ചു വരും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കിത് നിർത്താനുള്ള ഒരു കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ഭാര്യ അതിനെക്കാട്ടിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. കർത്താവെ, ഞാൻ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം മണർകാട് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. മണർകാട് പള്ളിയിൽ പോയി വെള്ളിയാഴ്ച തോറും പോയി പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹധർമ്മിണി പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന ദിവസം ഞാൻ 4 കാലയിലാണ് വരുന്നത് പോലെ വരുന്നത്. കാരണം അതൊരു പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടുന്നില്ല. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. കാരണം അന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ ഇരിക്കല്ലേ. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഭർത്താവിന്റെ മദ്യപാനം ഒന്ന് നിർത്തിത്തരണം, കുഞ്ഞുങ്ങൾ പാസ്സാകണമെന്നോ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്നോ ഒന്നുമില്ല. കാരണം ഇതൊന്ന് നിർത്തി കിട്ടിയാൽ ബാക്കിയെല്ലാം ദൈവം തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ ഒന്നും ആ വിശ്വാസത്തിനൊരു പൂർത്തീകരണം വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി, കാരണം ദൈവം അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി പെട്ടെന്ന് വരുവാനിടയായി. കാരണം അന്ന് ഈ 24-ാം തീയതി ഞാൻ മനസ്സ് തുറന്ന് ദൈവത്തോട് ഞാൻ ഏകീഭവിച്ചപ്പോൾ, ദൈവത്തിന് മുൻപിൽ ഞാൻ പ്രതിജ്ഞ എടുത്തപ്പോൾ ജീവിത പങ്കാളിയോട് ദൂതറിയിക്കുവാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഒരു ചരിത്രമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് 2 പെന്തക്കോസ്ത് ഭവനങ്ങളുണ്ട്. അതിലൊരു പെന്തക്കോസ്ത് ഭവനത്തിൽ എൻ്റെ ഭാര്യ അവിടുത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ കത്തോലിക്കരെ കുത്തി പറയുന്നത് കൊണ്ട് പിന്നീട് പ്രാർത്ഥനയ്ക്ക് പോകാനെ കൊണ്ട് അവൾ മടി കാണിച്ചു. കാരണം അന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ തീവ്രമായി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ആ കത്തോലിക്കരെ കുത്തി പ്രസംഗിച്ച ഒരു ദൈവദാസൻ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് ഇതുപോലെ നവംബർ 26-ാം തീയതി അവിടെ ഒരു പ്രവാചകൻ വരുന്നു, ഒരു ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് പെട്ടെന്ന് എന്തായാലും ഈ മദ്യപാനം ഒന്ന് നിർത്തണമല്ലോ, എന്താണ് അവിടെ പറയുന്നത് എന്നൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് പോയി പ്രാർത്ഥനയ്ക്ക് ചെന്ന് പങ്കെടുത്തു. അപ്പൊ അവര് വിളിച്ചപ്പം ആദ്യം ഒരു മടി കാണിച്ചെങ്കിലും ജീവിത പങ്കാളി അത് കടന്നു പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തലയിൽ തൊട്ട് കൈവച്ച് പറയുകയാണ്, ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മാവായി വളർന്നിട്ട് അതിന്റെ മാവിന്റെ ഫലം തരും. അതുപോലെ ഒരു ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പ്ലാവായി വളർന്ന് ആ പ്ലാവിന്റെ ഫലം തരും. നിങ്ങൾ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുഴിച്ചിട്ടാൽ അത് ദൈവത്തിന്റെ ഫലം നിങ്ങളിൽ തരും എന്ന് പറഞ്ഞ് എൻ്റെ ജീവിത പങ്കാളിയുടെ തലയിൽ ചെന്ന് കൈവച്ച് അവർക്ക് വേണ്ടി ദൂതറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അത് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പൊ എന്നെ തൊട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ഒരു വചനം കേൾക്കാനും പോയിട്ടില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കരുതൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം കേട്ടിരിക്കും. അങ്ങനെ ഡിസംബർ 2-ാം തീയതി ഇവരുടെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അന്നേരം ഈ സഹോദരി വന്നിട്ട് വിളിച്ചു, റീന വരുന്നുണ്ടോ? ജയകുമാർ എന്ന് പറഞ്ഞ ഒരു നായർ സമുദായത്തിൽ നിന്ന് വന്ന ഒരു പാസ്റ്ററാ, നല്ല പ്രവാചകനാ, വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ അവൾ പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കിയിട്ട്
ഞാൻ അങ്ങ് ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിലും പോയി. അവൾ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കണ്ണൂരിൽ നിന്ന് വന്ന ദൈവദാസൻ എന്തെല്ലാം പറഞ്ഞോ അതേ ദൂത് തന്നെ ഈ ജയകുമാർ പാസ്റ്ററും പറയുവാനിടയായി. അപ്പോൾ ജയകുമാർ പാസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞു. അപ്പൊ ഇവളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, കർത്താവേ ഞങ്ങളെ 4 പേരെയും ഒരു സഭയിൽ തന്നെ ആക്കണം എന്നുള്ളത്. അപ്പോൾ ജയകുമാർ പാസ്റ്റർ പറഞ്ഞു, 4 പേരെയും നിങ്ങൾ 4 പേരെയും യഹോവയെ സേവിക്കുന്നവരാക്കുമെന്ന് പറയുവാനിടയായി. അപ്പൊ ഇവക്ക് അതൊരു അതിശയമായി പോയി. കാരണം 4 പേരാണെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ എന്റെ ഭർത്താവിനെയും മക്കളെയും എന്നെയും ഒരേ സഭയിൽ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് തമ്മിൽ കാണാനിടയില്ല, ഇവര് തമ്മിൽ സഹവർത്തിത്വം പറയാനെ കൊണ്ട് യാതൊരു രക്ഷയുമില്ല. അതുപോലെ തന്നെ ഇവൾ ആ സഭയിൽ ചെല്ലുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ആ വളരെ കറക്റ്റായിട്ടുള്ള ദൂത് ഈ 2 പേരും ഒരേപോലെ ദൂതറിയിക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം ഡിസംബർ 5-ാം തീയതി റംല എന്ന് പറയുന്ന ഒരു ദൈവദാസിയാണ് സഭയിൽ വരുന്നത്. അന്ന് അത് പറയുവാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഈ എൻ്റെ ഇളയ മകന് +2 കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ പഠിക്കത്തില്ലെന്ന് ഒരു ദൈവദാസൻ ഞങ്ങളോട് ആലോചന അറിയിച്ചു. അന്ന് കത്തോലിക്ക സഭയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാതെ പോയി. കാരണം ദൂതുകളെ കുറിച്ചുള്ള അറിവുകളൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ റംല സിസ്റ്റർ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ ഇളയ മകൻ അന്ന് അനിയത്തിയുടെ വീട്ടിൽ പന്തളത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അവനെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം ഈ ആരാധനാലയത്തിൽ കടന്നു പോകുവാനിടയായി. അവിടെ ചെന്ന് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് എൻ്റെ മകൻ. എല്ലാ കുഞ്ഞുങ്ങളും ഇരിക്കുന്നത് പോലെയാണ് എൻ്റെ മകനും ഇരിക്കുന്നത്. എൻ്റെ മകനെ അച്ഛനാക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഞങ്ങൾ ആയിരുന്നത്. കാരണം ഞങ്ങളുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും തിരുമേനിയും എല്ലാവരും ഒരാളിനെ അച്ഛനാക്കണം, നീ പോയിട്ട് അച്ഛനാകാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഒരു മകനെ ഞങ്ങൾക്ക് തരണം, ഒരാളിനെ നീ പഠിപ്പിച്ച് എന്തെങ്കിലും ആക്കിക്കോ, ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ എന്തേലും ആക്കിക്കോ, പക്ഷെ ഒരാളിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവര് നിർബന്ധം പിടിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഇളയ മകന് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അവൻ ഇതിലൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. ദൈവത്തിന്റെ വേല ചെയ്യാം, പക്ഷെ അത് ഇങ്ങനെ തന്നെ വേണമെന്നില്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ ഇളയ മകൻ ഉണ്ടായിരുന്നത്. അന്ന് അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. 7-ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി പോകണമെന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. 7-ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ സെമിനാരി കടന്നു പോകണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മകനെ ഈ റംല സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പം അവർ 2 പേരും കൂടി ആരാധനാലയത്തിൽ കടന്നു പോകുവാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റംല സിസ്റ്റർ വചനമെടുത്തു സംസാരിച്ചു. വചനമെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ മകനോടുള്ള ദൂത് പറയുവാൻ ഇടയായി. കാരണം മോനെ നിനക്കെന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുവാനിടയായി. അപ്പോൾ കാരണം അവനൊന്നും അറിയത്തില്ല, അവൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ റംല സിസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, മകനോടുള്ള ദൂത് ഇതുവരെ തീർന്നിട്ടില്ല, അവനെ സ്നാനപ്പെടുത്തണം പാസ്റ്ററെ, അവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനാണ്, അവനെ സ്നാനപ്പെടുത്തണമെന്ന്. അങ്ങനെ ഈ വാക്യങ്ങൾ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ 3:30 വീട്ടിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ജീവിത പങ്കാളി പറയുകയുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്നാ നമുക്ക് സ്നാനപ്പെടാം. പെട്ടെന്നാണ് മറുപടി പറയുന്നത്, അതിനെന്നാ നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവക്ക് സ്നാനത്തെ കുറിച്ച് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. സ്നാനപ്പെടണമെന്ന് പറഞ്ഞു, സ്നാനപ്പെടാൻ തീരുമാനം അങ്ങ് എടുക്കുകയാണ്. അവൾ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആരാ വരുന്നതെന്നൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. അവൾ ആരാന്നറിയത്തില്ല. എങ്കിലും രാവിലെ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി, എല്ലാം കഴിഞ്ഞ് ഇവള് ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് കടന്നു വന്നത്. ആ ദൈവദാസനിലൂടെ ആലോചന പറയുകയാണ്, നീ ആരെ ഭയപ്പെടുന്നു? ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
ആ തെരഞ്ഞെടുപ്പിന് ഒരർത്ഥമുണ്ട്. ഞാൻ അബ്രഹാമിനെ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുള്ളൂ. ഞാൻ ദാവീദിനെ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുള്ളൂ. ഞാൻ യാക്കോബിനെ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ആ തെരഞ്ഞെടുപ്പിനെല്ലാം ഒരു അർത്ഥവുമുണ്ട്. അതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് കേട്ട് അവൾ സമാധാനത്തോടെ വീട്ടിൽ വരുവാനിടയായി. അങ്ങനെ ഇവളോട് പറയുന്ന ദൂതുകളൊക്കെയും അവിടുത്തെ ദൈവദാസൻ എഴുതിയെടുക്കുവാനിടയായി. അങ്ങനെ ഡിസംബർ 13 ആ ദൈവദാസൻ ഭവനത്തിൽ വരികയാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, അച്ചാനെയൊക്കെ ദൈവം കണ്ടിരിക്കുന്ന കുടുംബമാണ്, അച്ചാനെ ഒക്കെ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങള് സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാസ്റ്റർക്ക് അതിശയം. കാരണം ഒരാളിനെ നേടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പറഞ്ഞാലാണ് നേടാൻ കഴിയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് തൊട്ടത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മറുപടി പറയുവാൻ കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാണ് അച്ഛാ സ്നാനപ്പെടുന്നതെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ തന്നെ പറഞ്ഞു, ഡിസംബർ 31 നമുക്ക് നൈറ്റ് വർഷിപ്പ് ഉള്ളതാണ്, അന്ന് കർത്തൃമേശയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസംബർ 31 പകല് സ്നാനപ്പെടാം, രാത്രിയിൽ ആരാധനയും കർത്തൃമേശയും ഒക്കെ ഉണ്ട്, നമുക്കതിൽ ഭാഗവാക്കാകാമെന്ന് പറഞ്ഞ് പകല് ഞങ്ങൾ 4 പേരും ഒരേ ദിവസം തന്നെ സ്നാനപ്പെടുവാനിടയായി. അതാണ് സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതിനുശേഷം ദൈവമാണ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം ഈ പൈശാചിക ബന്ധനമായ ഈ മദ്യപാനത്തിന്റെ അത് മാറി. കാരണം ഞാൻ എവിടെങ്കിലും കടന്നു പോകുന്ന വഴിയിലുള്ള ബാറുകളെല്ലാം കയറി പൊക്കോണ്ടിരുന്നതാണ്. പിന്നീട് ഒരൊറ്റ ബാറിലും കയറുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന 4-ാം അധ്യായം 7-8 വാക്യത്തിൽ പറയുന്ന, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. അപ്പോൾ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാനും കൈകളെ വെടിപ്പാക്കുവാനും ദൈവം ഒരവസരത്തെ തന്നു. കാരണം ദൈവത്തിന് കീഴടങ്ങണം എങ്കിൽ മാത്രമേ ഈ പൈശാചിക ബന്ധനമാകുന്ന മദ്യപാനം മാറ്റാൻ കഴിയത്തുള്ളൂ. ആ ദൈവത്തിന് കീഴടങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു ബന്ധനം എന്നിൽ നിന്ന് അകന്നു മാറുവാനിടയായി. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. 1 പത്രോസ് 2:24-25 പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ആത്മാക്കളുടെ അധ്യക്ഷനാകുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവം ആ സമയത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കുന്നവരോ ചുരുക്കം. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി നമ്മൾ മാറണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ ഈ എന്താണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്? ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് പഴയ നിയമത്തിലേ തുടങ്ങിയതാണ്. അപ്പൊ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് ഈ ആ ഒരു കൽപ്പന. കാരണം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. അപ്പോൾ ഈ പൂർണ്ണ ശക്തിയോട് ഈ 4 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒരു എന്താണ്
അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ നേരത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. അത് പലതിലും നമ്മൾ കടന്നു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. കാരണം കത്തോലിക്ക വിശ്വാസത്തിലും വിശുദ്ധന്മാരും ഒക്കെയുമുണ്ട്. എല്ലാത്തിനോടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുവാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് റോമരുടെ ലേഖനത്തിൽ പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പോൾ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന ഒരു സ്വഭാവമായിരുന്നു നേരത്തെ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞിട്ടും, കാരണം യേശുവിനെ തന്നെയാ വിളിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോഴും യേശുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയെന്ന് പറയും. അപ്പോൾ എന്താണ് അവിടെ നാം ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിനെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഈ അശുദ്ധിയാണ് ഈ മദ്യപാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആ അശുദ്ധിയിൽ ഏൽപ്പിച്ചത് കൊണ്ടാണ്, ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തെ മാത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുവാൻ കഴിയാതെ പോയ ഒരു കാലം. ആ കാലത്തെ ഓർക്കുമ്പോൾ പിന്നീട് നമുക്ക് ദൈവം ചെയ്ത ആ നന്മകൾ, അപ്പോൾ അത്ര വലിയ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. സത്യം അറിഞ്ഞിട്ടും നമുക്ക് എന്താണ് ആ സത്യത്തിലേക്ക് നമുക്ക് കയറാനൊക്കാത്ത ഒരു ഇതാണ്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചും ഭജിച്ച് ആരാധിച്ചു. അപ്പൊ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിക്കുന്ന ഒരു പ്രവണതയാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ മനസ്സ് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. അങ്ങനെ ദൈവത്തിൽ തന്നെ പൂർണ്ണ മനസ്സ് ഉൾക്കൊണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം ആലോചന അറിയിക്കുവാൻ തുടങ്ങി. നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ നിനക്കൊരു ജോലി തന്നു, ഇനി നീ ആ ജോലി വിട്ടിട്ട് നീ എന്റെ വേല ചെയ്യണമെന്ന് ദൈവം എന്നോട് അരുളി ചെയ്യുവാനിടയായി. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയുന്നു. എൻ്റെ ഇളയ മകൻ +2 കഴിഞ്ഞ് ഇവിടെ പഠിക്കുകയില്ല എന്ന്, വിദേശങ്ങളിലെ പഠിക്കത്തുള്ളൂ എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ. അന്ന് വഴിയിൽ കൂടി പോയപ്പം വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മുടക്കം വരുത്തത്തില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് എപ്പോഴും കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുമ്പോഴും പ്രാർത്ഥന വലിയ മസ്റ്റാണ്. കാരണം സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വൈകിട്ട് അത്താഴം തരത്തില്ല അപ്പച്ചനും അമ്മച്ചി. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. അതുപോലെ പള്ളിയിലെ ആരാധന മുടക്കി, കുർബാന മുടക്കി ഒരു കാര്യത്തിനും ഞങ്ങളെ വിട്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും വീടടങ്കം ഒന്നിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ഭവനമാണ് ഉണ്ടായിരുന്നത്. 2 മുറിയും ഒരടുക്കളയും അത്രയും നീളത്തിലുള്ള ഒരു വരാന്തയും. അടുക്കള വാതിൽ ചാരിയിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് ഇതാണ്. കാരണം അതുപോലെ അത്ര രീതിയിലാണ്. പൂട്ടും കെട്ടും ഒന്നുമില്ല. 2 മുറിയുടെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിടും. അടുക്കള വാതിൽ ചാരി ഇട്ടിട്ട് എല്ലാവരും പള്ളിയിൽ പോകും. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് മടങ്ങി വരും. അതുവഴി തന്നെ കയറി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പച്ചൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. കൃഷി കാര്യങ്ങളില് വ്യാപൃതനായി ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തിയ ഒരു അപ്പച്ചനും അമ്മച്ചിയുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുകൾ ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല. അത്ര കാരണം കൃഷി സാധനങ്ങൾ തന്നെ ഞങ്ങൾക്ക് വിൽക്കാൻ കാണും. അപ്പൊ അന്ന് വിൽക്കുമ്പോഴൊന്നും വലിയ സാമ്പത്തികമൊന്നുമില്ല. എങ്കിലും അത് മതി. അന്നത്തെ കാലത്ത് അത് മതി. ഇഷ്ടംപോലെ കൃഷി സാധനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഭക്ഷിക്കാനൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത്ര മാത്രം നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തിയതാണ്. ഈ പള്ളിയിലെ കുർബാനയും സന്ധ്യാപ്രാർത്ഥനയും ഒരു കാരണവശാലും മുടക്കാൻ അനുവദിക്കത്തില്ല. അത്ര കണ്ട് ഭക്തിയിൽ ഞങ്ങളെ വളർത്തിയതാണ്. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന്
എന്റെ മൂത്ത 6 പെങ്ങന്മാരുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. ആരും ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ദൈവം എന്നെ ഇതിലേക്ക് ഈ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മടങ്ങി വരുവാൻ 2008 ഡിസംബർ 31 ഞങ്ങൾക്കിടയായി. അപ്പോൾ എൻ്റെ ഇളയ മകന് +2 കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഈ ദൂതുകളൊന്നും ഞങ്ങൾക്ക് വലുതായിട്ടുള്ള പരിചയങ്ങളില്ല, അങ്ങനെയുള്ള പ്രവചനങ്ങളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെ പോയി. അപ്പോൾ ഉള്ള കോളേജുകളിലെല്ലാം അഡ്മിഷന് വേണ്ടി തിരക്കി. അങ്ങനെ അഡ്മിഷന് വേണ്ടി തിരക്കി കഴിഞ്ഞപ്പോൾ ഈ മകന് 76% മാർക്കുണ്ടായിരുന്നു +2-ന്. 50% മാർക്കുള്ളവർക്ക് പോലും +2 കഴിഞ്ഞിട്ട് ഉള്ള അഡ്മിഷൻ കിട്ടി, ഡിഗ്രിക്കും എഞ്ചിനീയറിങ്ങിനും ഒക്കെ. അപ്പൊ ഇവന് അഡ്മിഷൻ കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ അങ്ങ് ധനലക്ഷ്മി കോളേജ് വരെ ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്നിട്ടും അഡ്മിഷൻ ഓക്കെ ആയില്ല. ഏതെങ്കിലും വിധത്തിൽ അഡ്മിഷൻ ഓക്കെ ആയാൽ അല്ലെങ്കിൽ സാമ്പത്തികം ഒക്കത്തില്ല. അങ്ങനെ വലിയ ഇതിലാണ് ഞങ്ങൾ കടന്നുപോയത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ റംല സിസ്റ്ററിലൂടെ ആലോചന അറിയിച്ചു, നീ ഇന്ന് വന്നിരിക്കുന്നത് നിന്റെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നു, അത് എന്തെന്നറിയാൻ വേണ്ടിയാണല്ലോ നീ വന്നത് എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞങ്ങള് അപ്പൊ ഈ ദേവദാസൻ പറഞ്ഞ ദൂതിലേക്ക് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. അങ്ങനെ വിദേശങ്ങളിലേക്ക് ഞങ്ങള് അയച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തുനിന്നും ഓഫർ ലെറ്റർ വന്നു, ചിലയിടത്തുനിന്ന് വിസ വരെ കടന്നു വന്നു. അന്നേരം ഞങ്ങൾക്ക് സാമ്പത്തികം ഒക്കുന്നില്ല. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് അതിന് മനസ്സിലായത്. അങ്ങനെ ഇരിക്കലെ സഭയിൽ ഒരു പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ സ്നാനപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ സഭയിലെ പ്രാർത്ഥനയിൽ കടന്നുപോയപ്പോൾ ആലോചന അറിയിച്ചു, നിന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് ഇംഗ്ലണ്ടിൽ തന്നെ നിന്നെ വിട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് അന്നൊരു ദൂത് പറയുവാനിടയായി. അങ്ങനെ ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിക്കുവാൻ വേണ്ടി അവൻ തന്നെ ചെന്ന് കണ്ടുപിടിച്ചു, ഒരു ഏജന്റിനെ കണ്ടുപിടിച്ചു. ആ ഏജന്റ് മുഖാന്തരം 2 ആഴ്ചക്കകം എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. കാരണം ദൈവം ഒരുക്കിയ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും അന്ന് ഒരുക്കി തരുവാനിടയായി. സാമ്പത്തികമൊത്തു, അതുപോലെ തന്നെ വിസ റെഡിയായി, ടിക്കറ്റ് റെഡിയായി, എല്ലാം പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം സാധിക്കുവാനിടയായത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കുവാനിടയായി. അപ്പോൾ ദൈവം വീണ്ടും ഞങ്ങളോട് ദൂതുകൾ അറിയിച്ചു തുടങ്ങി. ആ ദൂതുകളെല്ലാം ഞങ്ങൾക്ക് സഫലീകരിക്കുവാനിടയായി. ഞാന് ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ചല്ല, എന്നാൽ ആത്മീയമായിട്ടുള്ള അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഭൗതികമായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി. കാരണം ഞങ്ങൾ ഡിസംബർ 31 ഞങ്ങൾക്ക് വാഹനമില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ ആദ്യത്തെ വർഷം ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടു ഒരാള്, 2ാമത്തെ വർഷം പകുതി വരെ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കലെയാണ് ഒരു ദേവദാസനിലൂടെ ആലോചന അറിയുന്നത്, അടുത്ത വർഷം നിനക്ക് നിന്റെ സ്വന്തം വാഹനത്തിൽ കയറി പോകാനുള്ള കൃപ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2011 മെയ് 10 കഴിഞ്ഞ് 11 ഞങ്ങൾക്ക് ദൈവം 4 വീലർ തന്നു. ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് 2 വീലർ തന്നു. അത് ഭൗതിക അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുമല്ല, പക്ഷെ ദൈവം വാഗ്ദത്തം പറഞ്ഞപ്പോൾ അത് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ദൈവത്തിന്റെ വാഗ്ദത്തം സാധിപ്പാനിടയായി. കാരണം ഒന്നിലും അർഹതയില്ലാത്ത സ്ഥാനത്താണ് ഞങ്ങളെ ദൈവം വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് മൂത്ത മകൻ മലേഷ്യക്ക് പോയി. അപ്പോൾ ഇളയ മകൻ UK കടന്നുപോയി. അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുഞ്ഞിപ്പോൾ ജോലി ചെയ്യുന്നു. അവിടെ തന്നെ ആയിരിക്കുന്നു. മൂത്ത മകന് മലേഷ്യയിലായിരുന്നു ആദ്യം പോയിരുന്നത്. മലേഷ്യയിൽ പോയിട്ട് മടങ്ങി വന്ന് അത് കഴിഞ്ഞാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഭവനം ദൈവം ഒരുക്കി തന്നു. ആ ഭവനത്തില് ആണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്.
രണ്ട് കുഞ്ഞുങ്ങളും, മൂത്ത മകൻ കുടുംബമായി UK-ലാണ്. അതുപോലെ തന്നെ ഇളയ മകനും അവിടെ UK-ലാണ്. ഞങ്ങള് രണ്ടുപേരും ഇവിടെയാണ്. ഈ ആത്മീയമായിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിജിത്ത് പാസ്റ്ററും അതായത് പുതുപ്പള്ളിയിലുള്ള സണ്ണിക്കുട്ടി പാസ്റ്ററും എല്ലാം കൂടി ഒരു നൈറ്റ് വർഷിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങളും ഭാഗവാക്കാകുവാനിടയായി. അപ്പൊ എന്നോട് ദൈവത്തിന്റെ ആലോചന വന്നത്, നീ ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, പുനലൂര് പോയി പഠിക്കണം. അന്ന് അസംബ്ലീസ് കോഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പുനലൂര് പോയി പഠിക്കണമെങ്കിൽ ഞാൻ അവിടെ കോട്ടയത്തുനിന്ന് പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ, അന്ന് കോട്ടയത്താണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് പഠനകാര്യങ്ങൾ, എങ്ങനെയാണ് ബൈബിൾ ക്ലാസ് എങ്ങനെ പഠിക്കും എന്നുള്ളത് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അന്നിരുന്ന പാസ്റ്റർ, ഞങ്ങളുടെ സഭയിൽ ഇരുന്ന പാസ്റ്റർ, അപ്പൊ ഞങ്ങളെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് PU ജെയിംസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് വന്നത്. ആ പാസ്റ്റർ ബെഥേൽ ബൈബിൾ കോളേജിന്റെ ഒരു ക്ലാസ് ഞങ്ങളുടെ സഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ദൈവപ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്. ആത്മീയമായിട്ട് അങ്ങനെ എനിക്ക് പഠിക്കുവാനിടയായി. അന്ന് റീനയുടെ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോ പ്രായമായിരിക്കുകയാണ്. റീനയ്ക്കും പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ പ്രായമായിരിക്കുന്നത് കൊണ്ട് ഇട്ടിട്ട് രണ്ടുപേർക്കും കൂടി പോകാനൊക്കാത്തത് കൊണ്ട് ഞാൻ മാത്രമാണ് പഠിക്കാൻ പോയത്. എന്നാൽ എന്നെ പോലെ തന്നെ ബൈബിൾ വചനങ്ങളും എല്ലാം അവൾക്കും കാണാപ്പാഠം അറിയാം. അത്ര കണ്ട് ശുശ്രൂഷയിൽ വ്യാപൃതയാണ്. അപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വന്നു. കാരണം എനിക്ക് ബൈബിൾ ക്ലാസ് പഠിക്കുവാനിടയായി. 2017 ഞങ്ങൾ ഇവിടെ എലവന്തിട്ടയിലെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്റെ ഗ്രാജുവേഷൻ നടന്നത്. 2017 ഫെബ്രുവരി 12 പുനലൂർ വെച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ വന്ന സമയം മുതൽ 2015 ജൂലൈ 29 ഞങ്ങൾ ഇവിടെ വരുന്നത്. ഓഗസ്റ്റ് 2 ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ സഭയിലേക്ക് കടന്നുപോയി. അങ്ങനെ കൈപ്പുഴ ചർച്ച്, പാലപ്പൊട്ടിൽ ചർച്ച് എന്ന് പണ്ട് കാലത്ത് മുതലേ പറയുന്ന ഒരു ചർച്ചാണ്. ആ ചർച്ചിലാണ് ഞങ്ങൾ കൂടി വന്നത്. അന്നിരുന്നത് ജോസ് വർഗീസ് പാസ്റ്ററാണ്. അപ്പോൾ പാസ്റ്റർ എനിക്ക് ഞായറാഴ്ചകളിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ സമയം തരും. പിന്നെ അതിനുശേഷം വന്ന എല്ലാ ദൈവദാസന്മാരും എനിക്ക് സമയം തരുമായിരുന്നു ശുശ്രൂഷിപ്പാനായിട്ട്. അപ്പോൾ ആത്മീയമായിട്ട് വളരാനിടയായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണിക്കുട്ടി പാസ്റ്ററും പ്രിജിത്ത് പാസ്റ്ററും തോമാച്ചൻ പാസ്റ്ററും അങ്ങനെ ഒരു പാസ്റ്റേഴ്സിന്റെ തന്നെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. അത് എത്തിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിനോടടുത്ത് ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. വിശ്വാസത്തിലുള്ള കുടുംബമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ തന്നെ 6-ാം മൈലിൽ കൂടി നടക്കുന്ന കുടുംബമാണ്. അവിടുത്തെ സഹോദരിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയെ കൊണ്ട് അന്ന് തിരുവല്ല ഷാരോൺ സഭയിൽ ജോൺ താരു എന്ന ദൈവദാസൻ വരുന്നുണ്ട്. അപ്പൊ രോഗശാന്തി ശുശ്രൂഷ വരങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊന്ന് പോകാം, പുള്ളിക്കാരത്തിയെ കൂടെ കൊണ്ടുപോകാം. അന്ന് ഞങ്ങൾക്ക് വാഹനം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വാഹനം ഓടിക്കും, എന്നാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, 4th സ്റ്റേജാണ്, കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, യാത്രയൊക്കെ ദുഷ്കരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, ഏതായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തിരുവല്ലായി വന്ന് ഷാരോൺ സഭയിൽ വന്ന് പുള്ളിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സണ്ണിക്കുട്ടി പാസ്റ്റർ എനിക്ക് ഒരുപാട് സ്റ്റേജുകൾ തന്ന പാസ്റ്ററാണ്, പാസ്റ്ററെ ഇപ്പോഴും ഏജിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ പാസ്റ്ററിനെ കണ്ട് പരിചയമുണ്ട്, പക്ഷെ എവിടെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ശുശ്രൂഷ തീർന്നു കഴിഞ്ഞപ്പം പാസ്റ്ററെ കണ്ടിട്ട് ഇതുപോലെ ചോദിച്ചു, പാസ്റ്റർ എവിടെ, വീട് എവിടാ? ഞാൻ കണ്ടിട്ടുണ്ട്, എവിടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ്, നിങ്ങളുടെ സഭയിൽ ഞാൻ വന്നിട്ടുണ്ട്, ഐരറ്റയുടെ സഭയില് നിങ്ങളുടെ സഭയുടെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അന്നേരം നിങ്ങളെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററിന്റെ വീട് പുതുപ്പള്ളിയിലാണ് എന്ന് പറയുവാനിട. അപ്പൊ പാസ്റ്ററിന്റെ വീട് പുതുപ്പള്ളിയിലാന്ന് പറഞ്ഞു കഴിയുകയും പാസ്റ്റർ ഞങ്ങൾക്ക് ഒരു ട്രാക്ട് തരികയാണ്. ആ ട്രാക്റ്റിനകത്ത് പാസ്റ്ററിന്റെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം എഴുതി
അദ്ദേഹം ഞങ്ങളുടെ കൈ തന്നിച്ച് പറഞ്ഞു, രാത്രിയിൽ ഒരു ഈവനിങ് പ്രെയർ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൂടെ കടന്നു വാ, നിങ്ങളെ കണ്ടിട്ട് ദൈവം വിളിച്ചവരെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ കടന്നു വരാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങൾ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. അന്ന് ബൈബിൾ ക്ലാസ് തുടങ്ങി. കാരണം ഈ പി.ഒ. ജെയിംസ് പാസ്റ്റർ ആ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. അങ്ങനെ ഈ നൈറ്റിലെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പകല് പ്രാർത്ഥന വന്നു. പകല് പ്രാർത്ഥന വന്നു കഴിയുമ്പോൾ ഈ സണ്ണിക്കുട്ടി പാസ്റ്റർ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയണം. അപ്പോൾ വചനമാണ് കിട്ടിയതെങ്കിൽ അത്, പ്രബോധനമാണെങ്കിൽ അത്, എന്താണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയണമെന്ന്. അങ്ങനെ പറയാനായിട്ട് ഞങ്ങളെ നിർബന്ധിക്കും. അപ്പോൾ എനിക്ക് സണ്ണിക്കുട്ടി പാസ്റ്ററിനെ ഒക്കെ മറക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ഞങ്ങളോട് ആത്മീയമായ അടുപ്പം കാണിച്ച വ്യക്തികളാണ് ബ്രിജിത്ത് പാസ്റ്ററെ, തോമാച്ചൻ പാസ്റ്ററെ, എല്ലാവരും. അപ്പോൾ അന്നാണ്, ആ സമയത്താണ് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചത്. ഈ 40 ദിവസവും ശുശ്രൂഷിപ്പാൻ, അവസാനത്തെ 4 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിക്കുട്ടി പാസ്റ്ററിന് നിർബന്ധം ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കും, കർത്താവേ, എനിക്ക് ഇന്ന് പറയാനുള്ള വചനത്തെ തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ശുശ്രൂഷിപ്പാൻ ഇടയാക്കി. അങ്ങനെ അവിടെ വെച്ചാണ് ശുശ്രൂഷ പഠിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. കാരണം ഈ പെന്തക്കോസ്തിലെ പ്രാർത്ഥനകളൊന്നും ഞങ്ങൾക്ക് വശമില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. കത്തോലിക്ക സഭയിൽ പുസ്തകം കാണാതെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരു രീതിയാണ്. അതുപോലെ എല്ലാം കാണാപ്പാടമാണ്, പുസ്തകമേ വേണ്ട. ഒരു 10-35 പേജ് ഉള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പേജുകളുണ്ട്. അത്രയും പേജും കാണാതെ ചൊല്ലാൻ, ഒരു വരി പോലും, ഒരു വാക്കുപോലും തെറ്റാതെ ചൊല്ലാൻ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്രയ്ക്ക് ദൈവം എന്നെ അടുത്ത് ഉപയോഗിച്ചതായിരിക്കാം, അത് നമുക്ക് അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥനകളെല്ലാം കാണാപ്പാടമാണ്. ആ പ്രാർത്ഥനകൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഈ അല്ലാത്ത ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കാലും ഞങ്ങളുടെ സഭയില്, ഐരാറ്റനാട് സഭയില് ഒരു ജോർജ് ഈരാച്ചേരിയിൽ എന്ന് പറഞ്ഞ ഒരു അച്ചാനുണ്ട്. ആ അച്ചാൻ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. അച്ചാന് മിക്കവാറുമുള്ള ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കണം, പ്രാർത്ഥന പഠിക്കണം, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ സമക്ഷത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമൊക്കെ നമുക്ക് ഒന്നും അറിയത്തില്ല, എങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആദ്യമൊക്കെ 2-3 ആഴ്ചകളിൽ പുള്ളിക്കാരൻ തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ പ്രാർത്ഥന പഠിക്കുവാനിടയായി. അങ്ങനെ നമ്മുടെ അന്തരംഗത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ചൊല്ലുവാൻ ഇടയായി. ദൈവം അതിനെല്ലാം വഴിയൊരുക്കി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ പ്രാർത്ഥന അങ്ങനെ ചൊല്ലുവാനിടയായി. അപ്പോൾ ദൈവപ്രവൃത്തി ഞങ്ങളിൽ കൂടെ നടന്നു വരുന്നതിന്റെ വെളിച്ചമാണ്. അപ്പം സണ്ണിക്കുട്ടി പാസ്റ്ററിന്റെ ഒക്കെ അവിടെ നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആ ഒരു വലിയ കൂട്ടായ്മ, അതൊരു വലിയ നല്ല ഒരു അനുഭവമായിരുന്നു. അപ്പോൾ വചനം പഠിക്കുകയും കൂടെ ചെയ്തത് കൊണ്ട് എനിക്ക് അവിടെയും ഈ പ്രസംഗിക്കുവാനൊക്കെ കൂടുതൽ കരുത്ത് ആർജിക്കുവാനിടയായി. അവിടെയും പ്രസംഗ വിഷയമുണ്ടല്ലോ, ആ പ്രസംഗ വിഷയത്തിലൊക്കെ നല്ല രീതിയിൽ സംസാരിപ്പാൻ ദൈവം ഇടയാക്കി. അപ്പോൾ 2017 ഫെബ്രുവരി 12-ാം തീയതി ഗ്രാജുവേഷൻ നടന്നു. അങ്ങനെ അന്ന് മുതൽ, ആ സമയം മുതൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ദൈവത്തിന്റെ വേല ചെയ്യുന്നത് ഈ പന്തളം സെക്ഷനില് ഞാൻ ഒരു സഭയിലെയും ഇതായിട്ട് ശുശ്രൂഷകനായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ കൂടി നടക്കുന്ന സഭയില് ശുശ്രൂഷകനെ പോലെ, കാരണം എല്ലാ ദൈവദാസന്മാരും എനിക്ക് അവസരം തരാറുണ്ട്. ആ അവസരങ്ങൾ ഞാൻ ഉപയോഗിച്ച് വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി തരുന്നു.
വചന വെളിപ്പാടുകളും ദൈവം തരുന്നുണ്ട്. ആ വെളിപ്പാടിന്റെ ഇത് വരുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ഞാന് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്. പത്രോസ് ചോദിക്കുന്നു, കർത്താവിനോട് ചോദിക്കുന്നു, സഹോദരനോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? അപ്പോൾ ക്ഷമിക്കുന്നത് 7 വട്ടം മതിയോ? അപ്പോൾ യഹൂദന്മാരുടെ ഇടയിലെ 7 വട്ടം ക്ഷമിച്ചു കഴിയുമ്പോൾ അതിന് ക്ഷമ കിട്ടുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പക്ഷെ കർത്താവ് പറയുന്നു 7 വട്ടമല്ല, 7 70 വട്ടം. അപ്പോൾ 7 70 വട്ടം ഞാന് ചിലരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളതാണ്. 7 70 വട്ടം നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. 7 × 70 490 എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അങ്ങനെയാകാം. അപ്പോൾ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാട്, എനിക്ക് തന്ന വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്നുള്ള സംഖ്യ 70 വട്ടം എഴുതി ഗുണിക്കുന്ന അത്രയുമാണ് തന്നത്. അപ്പോൾ 7 എന്നുള്ള ആ സംഖ്യ 70 വട്ടം എന്ന് പറയുമ്പോൾ 7 × 7 × 7 × ഉള്ള രീതിയിൽ എഴുതി ഗുണിച്ച് വേണം നമുക്ക് അത് കാണാൻ. അപ്പൊ 2 7 ഗുണിക്കുമ്പോൾ 49, മൂന്നാമത്തെ 7 ഗുണിക്കുമ്പോൾ 343, നാലാമത്തെ 7 ഗുണിക്കുമ്പോൾ 2401, അങ്ങനെ 10ാമത്തെ 7 ഗുണിക്കുമ്പോൾ 28,24,75,249 എന്ന സംഖ്യ വരും. അപ്പോൾ 11ാമത്തെ 7 ഗുണിക്കുമ്പോൾ 197 കോടിയിലധികമാണ് വരുന്നത്. അപ്പോൾ വീണ്ടും കിടക്കുകയാണ് 59 7. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എന്താണ് സഹോദരനോട് ക്ഷമിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ദൈവം പഠിപ്പിക്കുകയാണ്. 7 70 വട്ടം. അപ്പോൾ അത്രമാത്രം നമ്മൾ സഹോദരനോട് ക്ഷമിക്കണം എന്നുള്ളത് ദൈവം എന്നെ കാണിച്ചു തന്നു. അങ്ങനെ വേറെയും വെളിപ്പാടുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരെയേറെ അടുത്ത് ചെല്ലണം എന്നുള്ളത്. അതാണ് നമ്മൾ ഇടയ്ക്ക് വാക്യം വായിച്ചല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ എന്നാൽ നമ്മളോട് അടുത്ത് വരും. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയണം. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വലിയ വില കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ആ പ്രാർത്ഥന മുഖാന്തരമാണ് ഇന്ന് ഈ നിലയിൽ ഈ അരോമ TV-യിൽ വന്നിരുന്ന് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി തന്നത്. അപ്പോൾ അത്രമാത്രം ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാൻ ദൈവം കൃപ ചെയ്യും. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവരും, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ദൈവത്തോട് അടുത്ത് വരുവാൻ ഇടയാകട്ടെ. കാരണം ദൈവസന്നിധിയിൽ നമുക്കൊന്നും മറച്ചു കളയുവാൻ സാധ്യമല്ല. ദൈവത്തിനെല്ലാം കാണും. അവനാകുന്നവരെയും ആകാത്തവരെയും അവന്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 15:3 പറയുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, അവനാകുന്നവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുവാനിടയാകട്ടെ ദൈവസന്നിധിയിൽ. കാരണം ഇപ്പോൾ ഈ തലമുറകളെല്ലാം വളരെയേറെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്നു. അപ്പോൾ അത് ദൈവത്തോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്വർഗീയ സമാധാനം നമുക്ക് ലഭിക്കുവാനിടയാകും. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈ ഭൗതിക അനുഗ്രഹങ്ങളെക്കാട്ടിൽ കൂടുതൽ ഞങ്ങൾക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ, കാരണം സെഷന്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും അതുപോലെ സെക്ഷനിൽ ഇവാഞ്ചലിസത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും എനിക്ക് പങ്കാളിയാകുവാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് WMCയുടെ പ്രസിഡന്റ് ആകുവാൻ ഇടയായി, സെഷന്റെ തന്നെ പ്രസിഡന്റ് ആകുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെയും ശുശ്രൂഷിപ്പാനും എല്ലാത്തിനും ദൈവം ഇടയാക്കി. അപ്പോൾ ആ ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് നമുക്കായിരിക്കാം. ദൈവത്തിന്റെ മുൻപിൽ
നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം ഓർത്തിരിക്കണം. കാരണം നമുക്ക് വേണ്ടത് നിത്യജീവൻ അവകാശിയാവുക എന്നുള്ളതാണ്. ആ നിത്യജീവൻ അവകാശിയാകണമെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞു വന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിക്കുകയും ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ വന്ന് വീണ്ടും കൂട്ടിക്കൊള്ളും. അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കണം. അതിന് എന്താണ് നിത്യജീവൻ? നിത്യജീവൻ കാരണം ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന നിത്യജീവൻ നമുക്ക് കിട്ടുകയുള്ളൂ. നിത്യജീവൻ അവകാശികളാകുക എന്നുള്ളതാണ്. അതിന് ദൈവത്തോട് അടുത്തിരിക്കുകയും ദൈവം പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കുകയും വേണം. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സ്നാനപ്പെടുന്നത് എന്തിനെന്ന് റോമരുടെ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവിനോട് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് വരുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അതാണ് നമുക്ക് അത്യന്താപേക്ഷിതം. ദൈവത്തോട് ചേർന്നിരിക്കുക, യേശുവിനോട് ചേർന്നിരിക്കുക. അപ്പോൾ യേശുവിനെ മാത്രം സേവിക്കുക. അപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മറ്റൊന്നിനെയും. കാരണം ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് ദൈവം പറയുമ്പോൾ ആ മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് മാത്രം കൊടുക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സേവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തന്നു. ദൈവം വലിയവനാണ്. അപ്പോൾ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. മൂത്ത മകന് ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം UK ആയിരിക്കുന്നു. ദൈവം അവരെ നടത്തുന്നു. ദൈവം എല്ലാ രീതിയിലും നന്മകളാൽ നിറച്ച് ഞങ്ങളെ ആത്മീയ അനുഭവത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണ്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അപ്പോൾ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ ഉപദേശം. അപ്പോൾ മോശയുടെ സങ്കീർത്തനമാകുന്ന 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പൊ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ ആ ഉപദേശം നമുക്ക് കിട്ടണമെങ്കിൽ നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവരായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ ആ പരമവിളിയുടെ വിരുദ്ധനായിട്ടാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതാണ് ഈ സാക്ഷ്യത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ അരോമ TV-യുടെ പ്രവൃത്തി ചെയ്യുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ അരോമ TV-യുടെ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
സഹായിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ പാസ്റ്റർ ജോസഫ് ഡാനിയൽ അവറുകൾ. അത്രത്തോളം സമയം ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ചു വളർത്തപ്പെട്ടതായ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിൽക്കുവാൻ ഉള്ളതായ ആ ഒരു സാഹചര്യവും മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ അവിടുത്തെ ഒരു പുരോഹിതനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നടത്തി. അതിനുവേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്തു. എന്നാൽ ഒരു മതമോ ഒരു സഭയോ ഒരു പ്രസ്ഥാനമോ അല്ല ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം തന്നത്. നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ പ്ലാനിൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാകുന്നു ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയെയും ദൈവം ഭൂമിയിൽ അയച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ ആ വ്യക്തി പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാകുന്നു. അതുകൊണ്ട് ചിലരെ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു ആക്കി വച്ചിരിക്കുന്നു. മറ്റു ചിലരെ മറ്റു പല കാര്യങ്ങൾക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം തിരഞ്ഞെടുത്ത ആ വഴിയിലേക്ക് വരുവാൻ തക്കവണ്ണം അനുവദിക്കാതിരിക്കത്തക്കേണ്ടതിന് പല വിധത്തിലുള്ളതായ സമ്മർദ്ദങ്ങൾ, അതുപോലെ ലോകത്തിൻ്റെ സ്വാധീനം അഥവാ മദ്യം, ലഹരി വസ്തുക്കൾ, അതുപോലെ പാപത്തിൻ്റെ വഴികൾ, മറ്റ് പലവിധമായ തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ വലിച്ചഴിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സക്കായിയെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുവാൻ തയ്യാറായപ്പോൾ ദൈവം ആ ഭവനത്തിനകത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ദൈവം പകരുവാൻ ഇടയായി തീർന്നു. ഇന്ന് യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബമായി കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ ജീവിതാനുഭവം സാക്ഷ്യം ഒരനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ഈ സമയം നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക്, ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. ദൈവത്തിന്റെ കരം അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദേവദാസൻ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഇതിന്റെ കർത്താവെ ഈ അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. എല്ലാവരും യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിപ്പാനുള്ള കൃപ കൊടുത്ത് കർത്താവ് മാനിക്കുമാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഇതിലൂടെ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, അനേകര് ദൈവത്തെ അറിയുവാനിടയാകട്ടെ. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, മുഴുമഹത്വവും ദൈവത്തിങ്കലേക്ക് അർപ്പിക്കുന്ന കർത്താവെ. ഈ സാക്ഷ്യത്തിലൂടെ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, എല്ലാ നന്മകളും കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, ഇത് കാണുന്നവർക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി അയക്കുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനെ കണ്ടുമുട്ടുവാൻ കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. അതിനാൽ പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം, ഇത് കാണുന്ന ഓരോരുത്തരെയും കർത്താവെ പിതാവ് ആകർഷിച്ച്, ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കർത്താവെ കെട്ടുപണിക്കായി കർത്താവെ അനേകരെ കൂട്ടിച്ചേർക്കുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദേവദാസനെ കർത്താവെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലുള്ള സംരംഭങ്ങൾ കർത്താവെ അനേകം കർത്താവെ ഇനിയും കർത്താവെ അനേകരുടെ സാക്ഷ്യങ്ങൾ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, ഇതിലൂടെ കർത്താവെ, ഹല്ലേലൂയ, വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതെല്ലാം കർത്താവെ എല്ലാ ജനങ്ങൾക്കും കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, അതൊരു മുതൽക്കൂട്ടായി മാറട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. മുഴുമഹത്വവും ദൈവത്തിങ്കലേക്ക് അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണമേ പിതാവേ.
ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ജോസഫ് ഡാനിയൽ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ അരോമ ടി വിയിൽ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസരോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമമായി കൂടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com